ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. റെമീസ് കിച്ചണിൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉള്ളി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു റെസിപ്പിയാണ്. വളരെയധികം ആൾക്കാർ കണ്ടിട്ടുള്ളൊരു വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് അടർത്തി എടുത്തിട്ട് വേണം കേട്ടോ മാറ്റാനായിട്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ഒന്നൊന്നായിട്ട് അടർത്തി എടുത്ത് വേണം മാറ്റാനായിട്ട്. എങ്കിലേ അതിലേക്ക് വിനാഗിരിയും ഉപ്പും മുളകും എല്ലാം നല്ലതുപോലെ ചേരുകയുള്ളൂ. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അത് നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സവാള ഓരോന്നായിട്ട് അടർത്തിയിട്ട് മാറ്റി വയ്ക്കുന്നത്. ഈ സവാളയെല്ലാം നമ്മളെല്ലാം ഓരോന്നായിട്ട് അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ്, 5 പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 4 സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടുള്ള 4 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരിയെല്ലാം നല്ലതുപോലെ ഒന്ന് സവാളയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്, ഉപ്പും വിനാഗിരിയെല്ലാം നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കേ വേണ്ടൂ. ആ ചൂടോടുകൂടി തന്നെ ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഇത് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില 2 തണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. 6 വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ തീ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ നല്ലതുപോലെ ചൂടുള്ളത് കൊണ്ട് പൊടികളൊന്നും കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1 സ്പൂണ് കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർക്കുന്ന സമയത്ത് എണ്ണ നല്ലപോലെ ചൂടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ പൊടികൾ കരിയാതെ ശ്രദ്ധിക്കുക. 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ നല്ലതുപോലെ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 2 സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഈ എണ്ണ നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ ആ പച്ചമണമെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിൽ ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് ആ ചൂടിൽ തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇതേ കടുക് പൊട്ടിച്ച് നമുക്ക് സവാളയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയെല്ലാം നല്ലതുപോലെ സവാളയിലേക്ക് ചേരണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മൾ ഒരു അച്ചാർ പോലെയാണിത്. ഇതിപ്പോൾ കുറച്ച് വേണമെങ്കിൽ 2-3 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ, ചൂടാറിയതിന് ശേഷം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി കൊണ്ടുള്ള ഒരു കിഡിലൻ റെസിപ്പി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക.